നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെ ആഭിമുഖ്യത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രാവട്ടം ലൈബ്രറി ഹാളിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.കെ. പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.ഡി. ബാബു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലീസ് ജോസഫ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം.കെ. ശശി, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹേമ കെ. കർത്ത, യോഗ ഇൻസ്ട്രക്ടർ ധന്യമോൾ ടി തുടങ്ങിയവർ സംസാരിച്ചു. വളരെ പ്രയോജനകരമാണ്. ഇതെല്ലാ ഗ്രാമപഞ്ചായത്തും ഇന്നും നാളെയും ഒക്കെ ആയിട്ട് ചെയ്തു പോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നല്ല രീതിയിൽ തന്നെ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിൻ്റെയും നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങളാകെ തന്നെ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, ആരോഗ്യവകുപ്പിൻ്റെ മികച്ച നേട്ടങ്ങൾ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനമുള്ള ഒരു സംസ്ഥാനമാണ് കേരളത്തിലെ. വയോജനങ്ങളിൽ നിന്ന് മാത്രമല്ല, എല്ലാ മേഖലയിലെയും സ്പർശിച്ചുകൊണ്ടാണ് ആരോഗ്യ മേഖല ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജൊക്കെ അതിന് ഉദാഹരണമാണ്. അപ്പോൾ ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളും അല്ലാതെ ഉള്ള നിങ്ങളുടെ അസുഖങ്ങളും ഒക്കെ കണ്ടെത്തുന്നതിനും അതേപോലെ തന്നെ അതിനൊരു ചികിത്സ സംവിധാനം ഒരുക്കുന്നതിനും നിങ്ങൾ ഈ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇങ്ങനൊരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിലൂടെ അവരുടെ ഒരു ആരോഗ്യ പരിപാലനം എത്രമാത്രം ശക്തമായിട്ടാണ് ഈ സർക്കാർ എടുത്തിരിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ്. ഡോക്ടർ ഹേമ കെ. കർത്ത, കുറിച്ചി ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിലെ NAM മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മേഘ്ന എന്നിവർ ക്യാമ്പിലെത്തിയ വയോജനങ്ങളെ പരിശോധിച്ചു. ബ്ലഡ് പ്രഷർ, ഷുഗർ, BMI തുടങ്ങിയ വിവിധ പരിശോധനകൾ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. ധന്യമോൾ ടി യോഗ പരിശീലനം നൽകി. നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. i4A ന്യൂസ്, ഏറ്റുമാനൂർ.